ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കൺജക്ഷൻ വേർഡായ വെൻ എന്ന വേർഡാണ്. അപ്പോൾ നമുക്കറിയാം വെന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വേർഡായിട്ടാണല്ലേ. എപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ എന്ന് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ ആണല്ലോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോർഡിനേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും മുന്നത്തെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. അപ്പോൾ ഈ കൺജക്ഷനിൽ എങ്ങനെയാണ് നമ്മൾ വെൻ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്ന വേർഡാണ് വൈൽ എന്നുള്ളത്. ആ വൈൽ എന്നുള്ളതും കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കുട്ടിക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് കടക്കാം. അതായത് ഞാനിവിടെ 2 സെൻറ്റൻസുകൾ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം 2 സെൻറ്റൻസുകളെ ഒന്നിപ്പിക്കുക എന്നതാണ് നമ്മുടെ കൺജക്ഷൻ്റെ ജോലി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഐ ഡ്രാങ്ക് വാട്ടർ, ഐ വാസ് thirsty. ഐ ഡ്രാങ്ക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ വെള്ളം കുടിച്ചു. ഐ വാസ് thirsty, എനിക്ക് ദാഹിച്ചു. ഇത് രണ്ടും 2 സെൻറ്റൻസാണ്. പൂർണ്ണത ആയിട്ടില്ലല്ലോ ഈ 2 സെൻറ്റൻസുകളും അല്ലേ. എനിക്ക് ദാഹിച്ചു, ഞാൻ വെള്ളം കുടിച്ചു. പക്ഷേ ഇത് നമ്മൾ ഒന്ന് വെൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പറയാമെന്ന് നോക്കാം. ഐ ഡ്രാങ്ക് വാട്ടർ വെൻ ഐ വാസ് thirsty അല്ലേ. ഐ ഡ്രാങ്ക് വാട്ടർ, ഞാൻ വെള്ളം കുടിച്ചു. എപ്പോഴാണ് ഞാൻ വെള്ളം കുടിച്ചത്? ഐ വാസ് thirsty, എനിക്ക് ദാഹിച്ചപ്പോൾ. അപ്പോൾ ഒരു സെൻറ്റൻസ് പൂർണ്ണമായി അല്ലേ. അപ്പോൾ ഐ ഡ്രാങ്ക് വാട്ടർ വെൻ ഐ വാസ് thirsty, എനിക്ക് ദാഹിച്ചപ്പോൾ ഞാൻ വെള്ളം കുടിച്ചു. ഇങ്ങനെയാണ് നമ്മൾ കൺജക്ഷനിൽ വെന്ന് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കറിയാം ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെന്ന് യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇപ്പോൾ ഇത് നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ടാണ് വെന്ന് യൂസ് ചെയ്തത്. ഇനി നമുക്കിത് ഫസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, അവൾ വിളിച്ചപ്പോൾ ഞാൻ വേഗം ഫോൺ എടുത്തു. അവൾ വിളിച്ചപ്പോൾ ഞാൻ വേഗം ഫോൺ എടുത്തു. ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? വെൻ ഷീ കോൾഡ് ഐ ക്വിക്കലി പിക്ക് അപ്പ് ദ ഫോൺ. വെൻ ഷീ കോൾഡ് ഐ ക്വിക്കലി പിക്ക് അപ്പ് ദ ഫോൺ. അവൾ വിളിച്ചപ്പോൾ ഞാൻ വേഗം ഫോൺ എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഫസ്റ്റിൽ നമ്മൾ വെന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിമ്പിൾ പാസ്റ്റിൻ്റെ കൂടെ വെന്ന് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു കോമ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വെൻ ഷീ കോൾഡ് ഐ ക്വിക്കലി പിക്ക് അപ്പ് ദ ഫോൺ. അപ്പോൾ ഫസ്റ്റിൽ വെന്ന് യൂസ് ചെയ്യുന്നതും പഠിച്ചു, സെൻറ്ററിൽ വെന്ന് യൂസ് ചെയ്യുന്നതും പഠിച്ചു. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് നോക്കൂ. ഞാൻ വന്നപ്പോൾ അവൻ വായിക്കുകയായിരുന്നു അല്ലേ. ഞാൻ വന്നപ്പോൾ അവൻ വായിക്കുകയായിരുന്നു. ഇതെങ്ങനെ പറയും? ഹി വാസ് റീഡിങ് വെൻ ഐ കെയിം. ഹി വാസ് റീഡിങ് വെൻ ഐ കെയിം. ഇവിടെ സിമ്പിൾ പാസ്റ്റും ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ വെന്ന് ഫസ്റ്റിൽ യൂസ് ചെയ്യുമ്പം സിമ്പിൾ പാസ്റ്റാണ് വെന്നിൻ്റെ കൂടെ വരിക. അപ്പം വെൻ ഐ കെയിം ഹി വാസ് റീഡിങ്, അവിടെ നമ്മൾ നടുക്കൊരു കോമ യൂസ് ചെയ്യുക. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. അപ്പം വെന്ന് യൂസ് ചെയ്യുന്നത് പോൾ എന്നൊക്കെ പറയുന്ന പാസ്റ്റിൽ ചെയ്യുമ്പോൾ ഞാനത് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ നീ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു കേസ് ഉണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ കൺജക്ഷനിൽ വെന്ന് യൂസ് ചെയ്യുന്നത്. ഇനി വൈൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇതേ സമയത്ത് തന്നെയാണ് വൈൽ എന്ന് യൂസ് ചെയ്യുന്നത്. അതായത് അവിടെ കുറഞ്ഞൊരു വ്യത്യാസമേ ഉള്ളൂ. അതെന്താണെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെയും ഞാൻ 2 സെൻറ്റൻസ് പരിചയപ്പെടുത്തി തരാം. അതായത് ഹി കോൾഡ് ഐ വാസ് വാച്ചിങ് ടി വി. ഹി കോൾഡ് ഐ വാസ് വാച്ചിങ് ടി വി. ഇവിടെ അവൻ വിളിച്ചു, ഞാൻ ടി വി കാണുകയായിരുന്നു അല്ലേ. ഞാൻ ടി വി കാണുകയായിരുന്നു, അവൻ വിളിച്ചു. സെൻറ്റൻസ് പൂർണ്ണമായിട്ടില്ല. അതായത് ഞാൻ ടി വി കാണുന്ന ആ സമയത്താണ് അവൻ വിളിച്ചത്. ഇങ്ങനൊരു കേസ് നമ്മൾ പറയുമല്ലോ. അതായത് വയലിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആ സമയത്ത് എന്നാണ് വയലിൻ്റെ മീനിങ്. അതായത് നമ്മൾ ചെയ്യുന്ന ആ സമയത്ത്. ഇവ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ വെൻ എന്ന് പറയുമ്പോൾ പോൾ, ചെയ്തപ്പോൾ, പറഞ്ഞപ്പോൾ, പോകുമ്പോൾ, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു.
എന്നാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇന്നയാൾ വിളിച്ചു ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ വൈൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വൈൽ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പറയാം? ഹി കോൾഡ് വൈൽ ഐ വാസ് വാച്ചിങ് ടി വി. ഹി കോൾഡ് വൈൽ ഐ വാസ് വാച്ചിങ് ടി വി. അതായത് ഞാൻ ടി വി കാണുന്ന സമയത്ത് അവൻ വിളിച്ചു എന്നാണ് ഇവിടെ മീനിങ് വരും. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വൈലും വെന്നും യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഈ വൈൽ എങ്ങനെ ഫസ്റ്റിൽ യൂസ് ചെയ്യും? ഇപ്പം നമ്മൾ യൂസ് ചെയ്തത് സെൻറ്ററിലാണല്ലേ. ഇതും നമുക്ക് വെന്നിനെ പോലെ തന്നെ ഫസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നറിയോ? വൈലിൻ്റെ കൂടെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് വൈൽ ഐ വാസ് വാച്ചിങ് ടി വി ഹി കോൾഡ്, ഇങ്ങനെയാണ് നമ്മൾ വൈൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും മീനിങ് വരിക? ഞാൻ ടി വി കാണുന്ന സമയത്ത് അവൻ വിളിച്ചു. നെക്സ്റ്റ്, ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ വന്നു, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ വന്നു. ഇവിടെ വെന്ന് യൂസ് ചെയ്താലും മീനിങ് ഒന്ന് തന്നെയാണ്, പക്ഷെ ആ സമയത്താണ് അവൻ വന്നത്. അവിടെ നമുക്കിങ്ങനെ വൈൽ യൂസ് ചെയ്തുകൊണ്ട് പറയാം ഹി കെയിം വൈൽ ഐ വാസ് ഈറ്റിംഗ് ഫുഡ്. ഹി കെയിം വൈൽ ഐ വാസ് ഈറ്റിംഗ് ഫുഡ്. അപ്പം നമ്മൾ വൈൽ കഴിഞ്ഞാൽ ഉടൻ വരുന്നത് ഏതാണ്? ഐ വാസ് ഈറ്റിംഗ് ഫുഡ്. അതായത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വരിക. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. വൈലിൻ്റെ കൂടെ പാസ്റ്റ് കണ്ടിന്യൂസ് വരും, വെന്നിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് വരും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഹി കെയിം വൈൽ ഐ വാസ് ഈറ്റിംഗ് ഫുഡ്. ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ വന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കൺജക്ഷനിൽ വെന്നും വൈലും യൂസ് ചെയ്യുന്നത്. അതായത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് എന്ന് പറയുമ്പം വൈൽ യൂസ് ചെയ്യും. വൈൽ യൂസ് ചെയ്യുമ്പം സെൻറ്ററിലായാലും ഫസ്റ്റിലായാലും കൂടെ വരുന്നത് എന്തായിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ വെന്ന് യൂസ് ചെയ്യുമ്പം കൂടെ വരുന്നത് പാസ്റ്റ് സിമ്പിളായിരിക്കും. അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വെന്ന് യൂസ് ചെയ്യാം, വൈൽ യൂസ് ചെയ്യാം എന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ സബോർഡിനേറ്റിംഗ് കൺജക്ഷനിൽ വെൻ വൈലും എടുത്തു കഴിഞ്ഞു. അപ്പോൾ വെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വൈലും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ കൺഫ്യൂഷൻ ആർക്കില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാട്ട. ഒരുപാട് കൺജക്ഷൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രിപ്പോസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ പഠിക്കുകയും ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.